ഉറപ്പായും ഏകദേശം അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഈ കപ്പൽ കൂടുതൽ തെളിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും നമുക്ക് പ്രേക്ഷകർക്കും കൃത്യമായി കാണാനാകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അരുൺ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിഴിഞ്ഞം തുറമുഖം ഒരു സാധ്യതയാണ്. കാരണം സൂയിസ് കനാലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആഗോളതലത്തിൽ തന്നെ ചെറിയൊരു കപ്പൽ ചാലുമായി ബന്ധപ്പെട്ടും കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ സിംഗപ്പൂരും കൊളംബോയും വലിയ തിരക്കാണ്. 2, 3, 4 ദിവസങ്ങൾ കാത്തുകിടന്നാണ് കപ്പലുകളെ ബെർത്ത് ചെയ്യാനാകുന്നത് എന്നുള്ളൊരു പ്രശ്നം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ കപ്പൽ തന്നെ കൊളംബോയിൽ ഈ ചരക്കിറക്കി കണ്ടെയ്നറുകൾ ഇറക്കി യൂറോപ്പിലേക്ക് പോകാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു അവസരമുണ്ടെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി അവർ റൂട്ട് മാറ്റി കൊളംബോയിൽ ഇറക്കാതെ കൊളംബോയിൽ അത്യാവശ്യ സാധനങ്ങൾ ഇറക്കി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അങ്ങനെ കൂടുതൽ കപ്പൽ കമ്പനികൾ ഇവിടെ എത്തും എന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC ഏറ്റവും കൂറ്റൻ കപ്പലുള്ളത് അവർക്കാണ്, ആ കമ്പനിക്കാണ്. അവരും ഈ മാസം തന്നെ ഇവിടേക്ക് ചരക്കിറക്കാനായി എത്തും എന്നാണ് അറിയുന്നത്. ആ നിലയിൽ ഒരു ലോക പ്രശസ്തിയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് നമ്മൾ വെറുതെ ഒരു അലങ്കാരികമായി പറയുകയല്ല, അത് യാഥാർത്ഥ്യമായി തന്നെ മാറുകയാണ്. അതിൻ്റെ നേർചിത്രമാണ് നമ്മൾ ഈ കാണുന്ന സാൻ ഫെർണാണ്ടോയുടെ ദീർഘദൂര ദൃശ്യങ്ങൾ. അരുൺ, കപ്പലെത്തി മോനെ എന്നുള്ളതാണ് നമ്മൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട മലയാളികളെ നോക്കൂ, ദാ സാൻ ഫെർണാണ്ടോ കപ്പൽ തീരമടുക്കുകയാണ്. മലയാളികളുടെ സ്വപ്നങ്ങൾക്ക് തീരമണിയിച്ചുകൊണ്ട് നീരണിയിച്ചുകൊണ്ട് സാൻ ഫെർണാണ്ടോ എന്ന ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കപ്പൽ നിർമ്മാണശാലയായ മെസ്കിൽ നിന്ന് പുറത്തിറങ്ങിയ സാൻ ഫെർണാണ്ടോ അങ്ങനെ ചൈനയിൽ നിന്ന് കൊളംബോയിലേക്ക് എത്തി. കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് തീരമടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വാർത്താ സംഘം വിവിധ ആംഗിളുകളിൽ ആ കപ്പലുകളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കടൽ അലകൾക്ക് മുകളിലൂടെ സ്വപ്നങ്ങളുടെ തീരം തൊടുകയാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ സർക്യൂട്ടിന്റെ ഭാഗമാകാൻ പോകുന്നു. നാളെയാണ് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നടക്കുക. മദർഷിപ്പ് എന്ന് പറയുന്ന ഈ ബ്രഹ്മാണ്ഡ കപ്പൽ വിഴിഞ്ഞം തീരം അടുത്തു കഴിഞ്ഞാൽ അതിലെ 1960 കണ്ടെയ്നറുകൾ ഓട്ടോമേറ്റഡ് ആയിരിക്കുന്ന ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് ഈ ബെർത്തിലേക്ക് മാറ്റും, തുറമുഖത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റും. ആ ബെർത്തിൽ നിന്ന് പിന്നീട് 2 ചെറിയ വെസലുകളിലേക്ക് മാറ്റും. ഇതാണ് നാളെ നടക്കാൻ പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 8 ഷിപ്പ് ടു ഷോർ കണ്ടെയ്നർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണുള്ളത്. ഇതെല്ലാം IT മദ്രാസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഓട്ടോമേറ്റഡ് പോർട്ട് നാവിഗേഷൻ സെന്ററിന്റെ സഹായത്തോടു കൂടി മനുഷ്യസ്പർശമില്ലാതെ തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനമാണ്. 2960 മീറ്റർ പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ പൂർത്തിയാകേണ്ടത് 800 മീറ്റർ ബർത്താണ്. അതിൽ പാതിയും നമ്മൾ പിന്നിട്ടിരിക്കുന്നു. 1ാം ഘട്ടത്തിൽ തന്നെ മദർഷിപ്പുകളെ പൂർണ്ണമായിട്ടും അടുപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വളരെ വേഗമാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, മനോഹരമായ തെളിഞ്ഞിരിക്കുന്നൊരു കാലാവസ്ഥയിൽ കപ്പലിങ്ങനെ സാവധാനം വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉത്സാഹഭരിതമായ അന്തരീക്ഷത്തിൽ കേരളം സാൻ ഫെർണാണ്ടോയെ വരവേൽക്കുകയാണ്. ആ സാൻ ഫെർണാണ്ടോയുടെ വരവ് 2000-ഓളം കണ്ടെയ്നറുകൾ മൊത്തത്തിലുണ്ട്. ഇവിടെ ഇറക്കാൻ പോകുന്നത് 1960 കണ്ടെയ്നറുകളാണ് നമ്മളിവിടെ ഇറക്കുക. 1960 കണ്ടെയ്നറുകൾ നാളെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി ഇറക്കി വയ്ക്കുന്ന ദൃശ്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിനു മുൻപ് ട്രയൽ റണ്ണിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ദിവസം മുൻപ് തന്നെ സാൻ ഫെർണാണ്ടോ കപ്പൽ ഇതാ വിഴിഞ്ഞം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഴിഞ്ഞത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലൊരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയും, അതിൽ ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ നമ്മുടെ വിഴിഞ്ഞത്ത് ബെർത്തിന് തൊട്ടടുത്ത് വരെ എത്തും അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അല്പം ദൂരെ, തീരത്തു നിന്ന് ദൂരെയായിരിക്കും ഈ വലിയ കപ്പലുകളെല്ലാം നങ്കൂരമിടുക. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത അതിന് സ്വാഭാവികമായ ആഴം 24 മീറ്റർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ തീരത്തെ കരയോട് ചേർന്നുള്ള ഈ ബെർത്തിൻ്റെ അടുത്തേക്ക് വരെ ഈ മദർഷിപ്പിന് വരാൻ കഴിയും അല്ലേ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവിക ആഴമാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. നമ്മൾ പലപ്പോഴും പലയിടത്തും ഈ കൊച്ചിയിൽ തന്നെ ഡ്രെഡ്ജർ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടാകും. കാരണം അതിങ്ങനെ കായലായതുകൊണ്ട് തന്നെ ചെളി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിഴിഞ്ഞം തുറമുഖത്തിന് അനുകൂലമായ ഘടകവും അത് തന്നെയാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ദൈവം കാത്തുവെച്ച വരദാനം എന്നൊക്കെ പറയുന്നത് പോലെയാണ് വിഴിഞ്ഞത്തിൻ്റെ അവസ്ഥ. കാരണം അടിത്തട്ടിൽ ചെളിയില്ല, പാറകൾ
കപ്പലുകളാണ് എന്നുള്ളതാണ്. ആ നിലയിൽ ആഴം കൂട്ടേണ്ട സാഹചര്യമില്ല, ആഴം കുറയുമെന്ന പേടി വേണ്ട. എത്ര വലിയ ലോകത്തെ തന്നെ കൂറ്റൻ കപ്പലുകൾക്കും നങ്കൂരമിടാൻ കഴിയുന്ന സാഹചര്യവും സാധ്യതയുമാണ് വിഴിഞ്ഞത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം ലോകത്തിൻ്റെ വികസന ഭൂപടത്തിൽ ഒരു പേരെഴുതി ചേർക്കുന്നു എന്ന് നമ്മൾ അരക്കിട്ടുറപ്പിക്കുന്നതും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു, അതിങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുലിമുട്ടിന് സമീപത്തെത്തിയാൽ, വിഴിഞ്ഞം ബെർത്തിനോട് സമീപത്തെത്തിയാൽ ന്യൂട്രലായിരിക്കും പിന്നീട് അതിൻ്റെ യാത്രയുണ്ടാവുക. പിന്നീട് ഈ ടഗ്ഗുകളും യാത്ര തിരിക്കുന്നുണ്ട്. ടഗ്ഗുകൾ ഉപയോഗിച്ച് പിന്നീട് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലയാളി ഇതാ നോക്കൂ, ഒരു പക്ഷി പറന്നു പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഒരു കടൽക്കാക്കയായിരിക്കാം ഒരു പക്ഷേ. സ്വപ്നങ്ങളുടെ തീരത്തേക്ക് കടൽക്കാക്കകളെ പോലെ പറക്കുന്നവരാണല്ലോ മലയാളികൾ. എനിക്കൊന്ന് വിഴിഞ്ഞത്തെ ആളുകളും ഇത് ആഘോഷിക്കുന്നുണ്ട്. വിവിധ ചെറു വള്ളങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളികൾ അടക്കമാണെന്ന് തോന്നുന്നു. ഒപ്പം നമ്മളുടെ അടക്കം ഒരുപാട് മാധ്യമങ്ങളുടെ ക്യാമറ ക്രൂവും ഈ വാഹനങ്ങളിൽ, ഈ ചെറിയ ബോട്ടുകളിലുണ്ട്. കപ്പലിൻ്റെ വരവേൽപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ. മലയാളികളെ, പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായി ഈ തീരക്കടലിന് 24 മീറ്റർ ആഴം ലോകത്തെ തന്നെ അവിസ്മരണീയമായ ഒരു തുറമുഖമായി മാറാൻ പോവുകയാണ് ഇനി ഈ വിഴിഞ്ഞം. ആ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് പോർട്ട് ഉണ്ടായത്, എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊളംബോ പോർട്ട് ഉണ്ടായത് എന്നതുപോലെ നമ്മളുടെ വിഴിഞ്ഞം തുറമുഖവും കേരളത്തെ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ മാറ്റത്തിൻ്റെ സൈറൺ മുഴക്കിക്കൊണ്ട് ഇതാ എത്തുകയാണ്. മലയാളികളുടെ പ്രതീക്ഷകളെ നീരണിയിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക്, വിഴിഞ്ഞം ട്രാൻസ്ഷിപ്പ് തുറമുഖത്തേക്ക് ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന ഒരു പടുകൂറ്റൻ മദർഷിപ്പ് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന സാൻ ഫെർണാണ്ടോ കപ്പലാണ് വിഴിഞ്ഞത്തിൻ്റെ തീരം തൊടാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. കടലലകൾക്ക് മുകളിലൂടെ സാവധാനം അലയൊലികൾക്ക് മുകളിലൂടെ ഇങ്ങനെ ഇളകിയാടി സാൻ ഫെർണാണ്ടോ വരുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ സാധാരണ പൂരത്തിനാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നത് കാത്തിരുന്നതെങ്കിൽ ഇന്ന് കടലിലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിട്ടാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ്. ഇങ്ങനെയുള്ള ധാരാളം മദർഷിപ്പുകൾ തീരമടുക്കാൻ പോകുന്നു ഇന്നും നാളെയും ഇനി വരും ദിവസങ്ങളിലുമായി എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, തെളിഞ്ഞ ദൃശ്യങ്ങളിൽ കാണാം. റിപ്പോർട്ടറിൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് പകർത്തുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ കപ്പലിങ്ങനെ തീരമടുക്കാൻ പോവുകയാണ്. മലയാളികളുടെ സ്വപ്നങ്ങളെ തീരമണിയിച്ചുകൊണ്ട് സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ തീരമടുക്കാൻ പോകുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. ഈ കപ്പലിൽ 2000-ഓളം 20 TEU വലിപ്പമുള്ള കണ്ടെയ്നറുകളുണ്ട്. 20 ഈക്വലന്റ് ഫുഡ് യൂണിറ്റ് എന്നാണ് ഈ കണ്ടെയ്നറുകളുടെ യൂണിറ്റിന് അറിയപ്പെടുക. അങ്ങനെയുള്ള 2000-ലധികം വലിയ കണ്ടെയ്നറുകൾ, വലിയ കണ്ടെയ്നറുകൾ അടങ്ങിയിരിക്കുന്ന വലിയ കപ്പലാണ് ഇപ്പോൾ തീരം തൊടാൻ പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.